തിരുക്കുമാരനും കൃപാസന മാതാവിനും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാവാൻ സാധിച്ചതിന് ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ജോസഫൈൻ. ഇതെൻ്റെ ഹസ്ബൻഡ് ആൻ്റണി സെബാസ്റ്റ്യൻ. എൻ്റെ മാരേജ് 2025 ജാനുവരി 5 കൃപാസനത്തിൽ ആദ്യമേ ഞാൻ അറിഞ്ഞത്, എൻ്റെ ചേച്ചി ഓൾറെഡി ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരാളായിരുന്നു. 2023 സ്റ്റാർട്ട് ചെയ്തതായിരുന്നു ചേച്ചിയുടെ ഉടമ്പടി. അങ്ങനെ ഇരിക്കെ 2025 മാരേജ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് പോളണ്ടിൽ വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ മാരേജ് കഴിഞ്ഞിട്ട് റിട്ടേൺ ഫെബ്രുവരിയിൽ പോകാനിരിക്കെ അവിടുത്തെ കമ്പനിയിൽ നിന്ന് കോസ്റ്റ് കട്ടിങ് കാരണം കുറച്ച് പേരെ പിരിച്ചു വിടുകയുണ്ടായി. അപ്പോൾ അതിൽ ഒരാൾ എൻ്റെ ഹസ്ബൻഡായിരുന്നു. അങ്ങനെ ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുകയാണ് ചേച്ചിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നത്, ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ആദ്യമേ ഉടമ്പടി എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പ്രാർത്ഥിക്കുമെങ്കിലും അങ്ങനെ ഡെയിലി കുർബാനകളിലൊന്നും പങ്കെടുക്കുകയില്ലായിരുന്നു. പക്ഷേ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തോടുകൂടി ഞാൻ ഡെയിലി ബ്രെഡ്, ഉടമ്പടി ധ്യാനം, ഡെയിലി കുർബാനയ്ക്ക് പോവും, അങ്ങനെയൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഉടമ്പടി ഞാൻ ജൂലൈ 10 എടുത്തു. അങ്ങനെ ഹസ്ബൻഡ് ഡിസംബറിൽ വന്നതായിരുന്നു നാട്ടിൽ. അപ്പോൾ ഓൾറെഡി പുള്ളിക്കാരന് TRC കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. TRC കാർഡ് 9 months കഴിയുമ്പോൾ അവിടെ നിയമങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടും പുള്ളിക്കാരന് ജോലി അവിടെ നഷ്ടപ്പെട്ടുകൊണ്ട് തിരിച്ച് റിട്ടേൺ പോകാൻ പറ്റാതെ നിൽക്കുമായിരുന്നു. അങ്ങനെ സെപ്റ്റംബറിൽ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു പോളണ്ടിലോട്ട് റിട്ടേൺ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എമിഗ്രേഷൻ ടൈമിൽ TRC കാർഡ് സ്കാൻ ചെയ്യുമ്പോൾ അത് അവർ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള പേടിയായിരുന്നു. പക്ഷേ കൃപാസന മാതാവിൻ്റെ ഞാനും എൻ്റെ അമ്മച്ചിയും ഉടമ്പടി ജീവിതത്തിലായിരുന്നു ഞങ്ങൾ ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ഇമിഗ്രേഷൻ സമയത്ത് കയറുന്ന സമയത്ത് പുള്ളിക്കാരൻ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, ഞാനിങ്ങനെ ഇമിഗ്രേഷൻ കയറാൻ പോവാണ്, അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പുള്ളിക്കാരൻ പോയപ്പോൾ തന്നെ കാശ് രൂപവും ഉപ്പും നേർച്ച വസ്തുക്കളും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇമിഗ്രേഷൻ ടൈമിൽ കയറുന്ന സമയത്ത് പുള്ളിക്കാരൻ കാശ് രൂപം കയ്യിൽ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് അന്ന് സെപ്റ്റംബറിലെന്ന് പറയുമ്പോൾ 9 months ആവുന്നു. അപ്പോൾ അവർ റിജക്റ്റ് ചെയ്യുമോ ഇല്ലേ എന്നാൽ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ മാതാവിൻ്റെ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമാണ് ഹസ്ബൻഡിന് ആ സമയത്ത് പോളണ്ടിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിച്ചത്. ഞാൻ ആ സമയത്ത് പുള്ളിക്കാരന് വിളിച്ച സമയത്ത് ഞങ്ങൾ പള്ളിയിലായിരുന്നു, കുർബാനയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോഴാണ് വിളിച്ചു പറഞ്ഞത് ഇമിഗ്രേഷനിൽ നിൽക്കുവാണ്. അപ്പോൾ അത് ഇമിഗ്രേഷൻ സമയത്തെ കാര്യങ്ങൾ പുള്ളിക്കാരൻ പറയും. എൻ്റെ പേര് ആൻ്റണി സെബാസ്റ്റ്യൻ. ഈശോയ്ക്കും മാതാവിന് ഒരുപാട് നന്ദിയായിരുന്നു. എമിഗ്രേഷൻ്റെ സമയത്ത് എനിക്ക് ആകെ ടെൻഷൻ ഉണ്ടായത് ഈ കാർഡ് കട്ടാവുമോ എന്നൊരു പേടി. കാർഡിന് വാലിഡിറ്റിയുണ്ടെങ്കിലും കാർഡ് കട്ടാവുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പലരും പറഞ്ഞ് എന്നെ പേടിപ്പിച്ചായിരുന്നു, 6 മാസം കഴിഞ്ഞാൽ കാർഡ് കട്ടായി പോകും, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പലരും എന്നെ പേടിപ്പിച്ചായിരുന്നു. പക്ഷേ ഞാൻ ഫ്ലൈറ്റിലിരുന്ന സമയത്തും വിശ്വാസപ്രമാണം ചൊല്ലിയായിരുന്നു പിന്നെ ഫ്ലൈറ്റ് ഇറങ്ങിയ സമയത്ത് എമിഗ്രേഷനിൽ കയറിയ സമയത്ത് കാശരൂപവും കൊന്തയും വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലിയാണ് ഇരുന്നത്. എനിക്ക് ആകെ ടെൻഷനിലായിരുന്നു ഞാൻ. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കാർഡ് സ്കാൻ ചെയ്തപ്പോൾ അത് വർക്കായി. ആ ഇമിഗ്രേഷൻ ഓഫീസറായിട്ട് മാതാവാണ് അവിടെ ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ വീട്ടുകാരും കുറേ പ്രാർത്ഥിച്ചു തന്നു എനിക്ക് വേണ്ടി. അത് കാർഡ് കട്ടായില്ല, പക്ഷേ അത് മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം, ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് അത് കിട്ടിയതെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ നിയോഗങ്ങളിലൊന്നായിരുന്നു എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ്. 2022 മുതൽ ഞാൻ അതിനുവേണ്ടി പ്രാക്ടീസിലായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് ആ കോൺഫിഡൻസ് ആ സമയത്തൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ നേർച്ച വസ്തുവായ ഉപ്പ് സെപ്റ്റംബർ 15 ആയിരുന്നു എൻ്റെ ടെസ്റ്റ് 2025. അങ്ങനെ ടെസ്റ്റിന് ഞാൻ പോയപ്പോൾ ഉപ്പ് വിതറിയിട്ടാണ് ഞാൻ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ മാതാവിൻ്റെ കാരുണ്യത്വം കൊണ്ട് മാത്രം എനിക്ക് ആ ടെസ്റ്റ് അങ്ങനെ പാസ്സാവാൻ സാധിച്ചു. തിരുക്കുമാരനും
കൃപാസന മാതാവിനും 1000 ഞാൻ നന്ദി പറയുന്നു. ഹസ്ബൻഡ് പോളണ്ടിൽ ചെന്നിട്ടും ജോലിയൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ രണ്ടാഴ്ചയോളം ജോലിയില്ലാതെ സ്വന്തം കയ്യിലെ പൈസ കുറേ ചിലവായി. അങ്ങനെ ഇരിക്കെ എൻ്റെ ഉടമ്പടി ജൂലൈ 10-നായിരുന്നു ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുത്തത്. അങ്ങനെ ഇരിക്കെ എൻ്റെ ഫസ്റ്റ് ഉടമ്പടിയുടെ 90ാമത്തെ ദിവസം പുള്ളിക്കാരന് ജോലി കിട്ടി. 90ാമത്തെ ദിവസം ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനന്ന് വെള്ളിയാഴ്ച ആയിരുന്നു, അന്ന് ഞാൻ ഫാസ്റ്റിങ്ങിലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ജോലി കിട്ടി, എന്നോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആ ജോലി കിട്ടി ഞങ്ങളെ അനുഗ്രഹിച്ചത്. നോട്ട് ബൈ മാരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മാതാവിൻ്റെ കൃപയാൽ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആ ജോലി കിട്ടിയത്. കാരുണ്യ പ്രവൃത്തികൾ എന്താണെന്ന് വെച്ചാൽ പത്രങ്ങളെല്ലാം പള്ളികളിലറിഞ്ഞ് ഞാൻ ഫസ്റ്റ് വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ കൊടുത്ത് പിന്നെ അതിനുശേഷം ഞാൻ ഓരോ ഫങ്ഷൻസിന് പോകുമ്പോൾ അവിടെയും ഉള്ളവർക്കൊക്കെ ഞാൻ എല്ലാവർക്കും കൊടുക്കും. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പൊതിച്ചോറ് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ എന്നോട് സഹായം ചോദിക്കുന്നവർ ആർക്കായാലും നേരത്തെ ഞാൻ വീട്ടിലാരെങ്കിലും സഹായിക്കാൻ വന്നാലും എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിടുമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഇനിയുള്ള ജീവിതം ഉടമ്പടിയിലൂടെ തന്നെ ആയിരിക്കുമെന്ന്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഡെയിലി ഞാൻ കുർബാനയ്ക്ക് പോകാറുണ്ട്, കുർബാന സ്വീകരിക്കാറുണ്ട്, അതുപോലെ തന്നെ കുമ്പസാരിക്കാറുണ്ട്. ഡെയിലി മോർണിംഗ് ബ്രെഡ് ഡെയിലി കൂടാറുണ്ട്. അതുപോലെ തന്നെ ചൊവ്വാഴ്ചകൾ ഉടമ്പടി ദാനമൊന്നും മുടക്കാറില്ല. ആ സമയത്ത് ഞാൻ ജോലിയിലായിരിക്കുമെങ്കിലും ഞാൻ ഈവനിങ്ങളിൽ വന്ന് ഫോണിൽ വെച്ച് കേൾക്കാറുണ്ട്. അത് ഇതുവരെ മുടക്കിയിട്ടില്ല ചൊവ്വാഴ്ചയിലെ ഉടമ്പടി ധ്യാനം. ഇനിയുള്ള ജീവിതവും ഉടമ്പടിയിൽ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുക്കുമാരനും കൃപാസന മാതാവിനും ഞാൻ നന്ദി പറയുന്നു. അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 63-ാം അധ്യായം 9-ാം വചനമാണ്. നമ്മുടെ കഷ്ടതയിൽ, വേദനകളിൽ ദൈവം കൂടെയുണ്ട്. ഉടമ്പടി വഴി ആ ദൈവ സാന്നിധ്യമാണ് കൂടുതൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഉടമ്പടി ഒരു വെറും ബന്ധമല്ല, ഒരു സ്നേഹബന്ധം, സ്നേഹത്തിലേക്കുള്ള ഒരു വീണ്ടെടുപ്പ്, ഒരു തിരിച്ചു വരവാകാം. നാം ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ഒരു ദൈവമുണ്ട് എന്നുള്ളൊരു ഉറച്ച ഉറപ്പാണ് ഉടമ്പടി. എന്നെ രക്ഷിക്കുന്ന ദൈവം, എന്നോട് കരുണയുള്ള സ്നേഹമുള്ള ദൈവം, എന്നെ കരങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യമാണ്. മേരി ജോസ്ഫിൻ എന്ന മകളുടെ സാക്ഷ്യത്തിൽ ഹസ്ബൻഡ് പോളണ്ടിലേക്ക് പോകുവാനായിട്ട് TRC കാർഡ് റിജക്റ്റ് ചെയ്യുമോ എന്നൊരു വളരെ ഭയപ്പെട്ടാണ് പോയത്. പോകുന്ന വഴിക്ക് മുഴുവനും പ്രാർത്ഥിക്കുകയായിരുന്നു. ഇമിഗ്രേഷൻ ടൈമിൽ വളരെ ഭയപ്പെട്ട് ഉടമ്പടി കാശുരൂപം പിടിച്ചാണ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് പോയപ്പോൾ കാർഡ് സ്കാൻ ചെയ്തപ്പോൾ എല്ലാം ഒരു കുഴപ്പവുമില്ലാതെ പെട്ടെന്ന് ക്ലിയർ ആവാൻ സാധിച്ചു. ഇവിടെ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ഒരു ഇടപെടൽ, ഒരു സാന്നിധ്യമാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ ഭയപ്പെട്ട നിമിഷത്തിൽ എങ്ങനെയാവും എന്താവും എന്നുള്ളൊരു ഭയത്തിലിരിക്കുമ്പോൾ നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ലാതെയാണ് പോളണ്ടിലേക്ക് എത്താൻ സാധിച്ചത്. പിന്നീടുണ്ടായിരുന്ന ഒരു ജോലി കാര്യമായിരുന്നു. അവിടെ ചെന്ന് 2 ആഴ്ചത്തോളം ജോലിക്ക് വേണ്ടി ശ്രമിച്ചു. നാട്ടിലിരുന്ന് ഭാര്യയും അമ്മയും ഒക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടിയിലാണ്. ഉടമ്പടി എടുത്ത് 90-ാം ദിവസം തന്നെയാണ് പോളണ്ടിൽ ഒരു ജോലി നൽകി ഈശോയും അമ്മയും ഈ കുടുംബത്തെ അനുഗ്രഹിച്ചത്. ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ ഉടമ്പടിയിൽ 90 ദിവസം തികയുന്ന ലാസ്റ്റ് ഡേ 90-ാമത്തെ ദിവസമാണ് പോളണ്ടിൽ നിന്ന് ഫോൺ വരുന്നത്, ജോലി ശരിയായെന്നും പറഞ്ഞ്. അത് തന്നെയല്ല, മകളുടെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സമയത്തും കോൺഫിഡൻസ് കുറവായിരുന്നു. ഭയത്തോടെയാണ് ടെസ്റ്റിന് പോയത്. ഹസ്ബൻഡും അമ്മയും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട്
ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ സാധിച്ചു. ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി ഉപ്പും കാശിരൂപവും ഉടമ്പടി തൈലം തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഈ മകൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയത്. അവിടെയും ഈശോയുടെ ഒരു സാന്നിധ്യം, ദൈവ സാന്നിധ്യമാണ് ഈ മകൾക്ക് മനസ്സിലാക്കാൻ, അനുഭവിക്കാൻ സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ ഭയങ്ങളിലും നമ്മുടെ കൂടെയുള്ളൊരു ദൈവം ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. ആ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ ഭയങ്ങളും ഭാരങ്ങളുമെല്ലാം ഇറക്കി വെച്ച് കൊടുക്കാം. പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മെ അമ്മയുടെ പുത്രനിലേക്ക് നയിക്കട്ടെ. നമ്മുടെ ഭാരങ്ങളെല്ലാം ചുമക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയാണ് നമ്മെ കരം പിടിച്ച് നയിക്കുന്നത്. ആ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോ ഭയങ്ങളും ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കഷ്ടതകളിൽ കൂടെയുള്ള ആ ദൈവത്തിൻ്റെ സ്നേഹം കൃപാസനം ഉടമ്പടി വഴി നമുക്കും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൂടുതൽ തീഷ്ണതയോടെ, ആത്മാർത്ഥതയോടെ, കൂടുതൽ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൂതനെ അവിടെ നയിച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു എന്നാണ് സങ്കീർത്തനം പറഞ്ഞത്. നമ്മളെ കരങ്ങളിൽ വഹിക്കുന്ന, അവിടുത്തെ കരുണയിലും സ്നേഹത്തിലും നമ്മളെ നിലനിർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാം. മേരി ജോസഫിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.